ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കായി സർക്കാർ പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. 6400 രൂപ ഇനിയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട്. അങ്ങനെ ഇനിയും നൽകാത്ത കുടിശ്ശികയിൽ നിന്നും ഒരു ഗഡു അടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം ഉണ്ടാവും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. മാർച്ച് മാസത്തിനു മുന്നേ കുടിശ്ശിക ഇനത്തിൽ നിന്നും ഒരു ഗഡുവും അതോടൊപ്പം ഓരോ മാസം ലഭിക്കുന്ന തുകയും ചേർത്ത് 3200 രൂപ വീതം ലഭിക്കും. പിന്നീട് വെറും 3 ഗഡു മാത്രമാണ് ഉണ്ടാവുക. അതും ഈ വർഷം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇലക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ അതിനു മുന്നേ വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ സ്ത്രീ ഗുണഭോക്താക്കൾ 60 വയസ്സിനു താഴെയുള്ളവർ നിർബന്ധമായും പുനർവിവാഹം കഴിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഇവർക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അക്ഷയ കേന്ദ്രം വഴിയോ ഓൺലൈൻ സർവീസ് സെന്റർ വഴിയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ആധാർ കാർഡ്, റേഷൻ കാർഡ്, പുനർവിവാഹം കഴിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്ന രേഖ ഇത് വാർഡ് മെമ്പറുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടതാണ്. ഇതെല്ലാമാണ് അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായ രേഖകൾ. ലഭിച്ച സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പഞ്ചായത്താണെങ്കിൽ അവിടെയോ അല്ലാതെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണെങ്കിൽ അവിടെയും ഹാജരാക്കണം. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് അപേക്ഷ വെക്കേണ്ടത്. അതുപോലെ റേഷൻ കാർഡ് APL BPL വ്യത്യാസമില്ലാതെ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 അർഹരെ കണ്ടെത്തി അവർക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അർഹരായവർക്ക് ആനുകൂല്യം ലഭിക്കാൻ ഇത് സഹായകരമാവും. ഇനിയും പെൻഷൻ വാങ്ങാൻ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കുവാനും സാധിക്കും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിൽ എത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക.